ഗേറ്റ് 2027 ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സും അതേപോലെ തന്നെ നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഗേറ്റ് 2027 ഇത്തവണ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് IIT മദ്രാസ് ആണ്. ഇത്തവണ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് IIT മദ്രാസ് എന്ത് ചെയ്യാൻ പോകുന്നത്, ഇത്തവണത്തെ ഗേറ്റ് 2027 ഗേറ്റ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഡേറ്റ്സുകളും അതേപോലെ തന്നെ സിലബസും അങ്ങനെ തുടങ്ങി ഈ എക്സാമുമായി ബന്ധപ്പെട്ട് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന ഡേറ്റ് വരെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒഫീഷ്യലായിട്ട് IIT മദ്രാസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇത് ഏതൊരു എക്സാമിന് മാതൃകയാക്കാവുന്ന ഒരു രീതിയാണ് അല്ലേ. എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നു, എന്നാണ് എക്സാം കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്, എന്താണ് അതിൻ്റെ സിലബസ്, എപ്പോഴായിരിക്കും റിസൾട്ട് വരാൻ പോകുന്നത്, എല്ലാം കൃത്യമായിട്ട് വളരെ പ്ലാൻഡ് ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് എപ്പോഴും ഗേറ്റ് കണ്ടക്ട് ചെയ്യാറുള്ളത്. ഇത്തവണയും അതേപോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഗേറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് കുറേ അധികം തെറ്റിദ്ധാരണകളുണ്ട്. അതായത് ഈ എക്സാം എന്താ പറയുക, ഇത് വളരെ കുറഞ്ഞ ആളുകൾ മാത്രം അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു എക്സാമാണ്, ഇത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സമയനഷ്ടവും അതേപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള നഷ്ടമൊക്കെ നമുക്ക് വരുമെന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണാം. ഗേറ്റുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻസൈറ്റ്സുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഇത്തവണ വന്നിരിക്കുന്ന ഗേറ്റ് എക്സാമിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഡേറ്റ്സുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗേറ്റിൻ്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഓഗസ്റ്റ് 2014 ഇതിൻ്റെ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ റെഗുലർ ആയിട്ടുള്ള രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യാൻ പോകുന്നത് സെപ്റ്റംബർ 21 ഇതിൻ്റെ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ കുറച്ച് എക്സ്ട്രാ ഫീ കൂടി പേ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെപ്റ്റംബർ 30 വരെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഓഗസ്റ്റ് 14 സ്റ്റാർട്ട് ചെയ്തിട്ട് സെപ്റ്റംബർ 21 തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇനി അതല്ല, നിങ്ങൾ കുറച്ച് എക്സ്ട്രാ ഫീ കൂടി അടിക്കുകയാണെങ്കിൽ സെപ്റ്റംബർ 30 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ സിറ്റി അലോട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് ജാനുവരി 4 അതായത് നിങ്ങൾക്ക് എവിടെയായിരിക്കും എക്സാം സെൻറ്റർ കിട്ടുക എന്നുള്ളത് കേരളത്തിൽ ഉൾപ്പെടെ എല്ലാ സ്ഥലത്തും എന്ത് ചെയ്യുന്നുണ്ട്, എക്സാം സെൻറ്റേഴ്സ് വരുന്നുണ്ട്. ദെൻ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ വരും. അത് വരാൻ പോകുന്നത് അതിനുശേഷം ജാനുവരി 4 ശേഷമാണ്. അതിനുശേഷം എക്സാം കണ്ടക്ട് ചെയ്യാൻ പോകുന്ന ഡേറ്റുകൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫെബ്രുവരി, അതായത് വീക്ക് 1 ഫെബ്രുവരിയിൽ ആദ്യത്തെ വീക്കിൽ 6th and 7th ഉണ്ട്. അതേപോലെ വീക്ക് 2 13th and 14th ഉണ്ട്. അതേപോലെ വീക്ക് 3 20 and 21. അങ്ങനെ ഡിഫറെൻറ്റ് ഡേറ്റ്സുകളിലാണ് എക്സാംസ് എന്ത് ചെയ്യാൻ പോകുന്നത്, കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അത് കൂടാതെ ഈ എക്സാമിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ പോകുന്നത് മാർച്ച് 19 എന്നുള്ളതും വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യാണ്, ഇവിടെ നിങ്ങളിലേക്ക് ഇൻഫോം ചെയ്യാണ്. ഈ രീതിയിൽ വേണം എക്സാംസ്, വളരെ സുതാര്യമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു എക്സാമിൻ്റെ നോട്ടിഫിക്കേഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു എക്സാമിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യണം, പ്ലാൻ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ളൊരു ധാരണയുണ്ടാവും. അതായത് ഓഗസ്റ്റിൽ നോട്ടിഫിക്കേഷൻ വരുന്നു എന്ന് കരുതി നമ്മൾ അതുവരെ കാത്തിരിക്കേണ്ട കാര്യമില്ല. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഫെബ്രുവരി 6, 7, 13, 24 അത് ഓരോ ബ്രാഞ്ചിനനുസരിച്ച് ഡിഫറെൻറ്റ് ഡേറ്റ്സ് ആയിരിക്കും വരാൻ പോകുന്നത്. ആൻഡ് റിസൾട്ട് മാർച്ച് 19 വരാൻ പോവാണ്. അപ്പോൾ ഇതാണ് ഈ എക്സാമുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഡേറ്റ്സുകൾ എന്ന് പറയുന്നത്. ഇതിൽ ആർക്കെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റും? നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 3rd ഇയർ ബിടെക് ഉള്ള ആളുകളാണെങ്കിലും ഓൾറെഡി ബിടെക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോസ്റ്റ് ഗേറ്റ് എക്സാംസിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എല്ലാ ബ്രാഞ്ചസും ഉണ്ട്, അതായത് ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, IT തുടങ്ങി. ഇത്തവണ പുതുതായിട്ട് വന്നിട്ടുള്ളത് റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു ബ്രാഞ്ച് കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ഇത്തവണ അഡീഷണലി വന്നിട്ടുണ്ട്. അതേപോലെ ആർക്കിടെക്ചർ, സയൻസ് ആൻഡ് ജനറൽ സയൻസ്, മൾട്ടി സെക്ഷൻ, അങ്ങനെ തുടങ്ങി പല പോസ്റ്റിലേക്കുള്ള ഗേറ്റ് എക്സാംസുകളാണ് ഇത്തവണ. 30 എലിജിബിൾ ടെസ്റ്റ് പേപ്പേഴ്സ് ആണ് ഇത്തവണ വരാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഏജ് ലിമിറ്റ് വരുന്നുണ്ടോ? ഇല്ല, യാതൊരു ഏജ് ലിമിറ്റും വരുന്നില്ല. ഇനി നിങ്ങൾക്ക് ബാക്ക് പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ. കാരണം 3rd ഇയറുള്ള ആളുകൾക്ക് തൊട്ടേ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ ഇതാണ് ഗേറ്റിൽ ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി ഗേറ്റുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ. അതായത് ഗേറ്റ് എക്സാം എന്ന് പറയുന്നത് കേവലം MTechന് വേണ്ടി മാത്രമുള്ള, അതായത് നിങ്ങൾക്ക് IITസിലും NITസിലും ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജസിലും MTech കിട്ടുന്നതിന് വേണ്ടി മാത്രമുള്ള എക്സാമാണ് എന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കുക. നിങ്ങൾക്ക് ഒരുപാട് PSUകളിൽ നേരിട്ട് നിയമനം ലഭിക്കാൻ ഗേറ്റ് എക്സാമിലൂടെ സാധിക്കുമെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതാണ് ഒന്നാമത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇനി ഇൻ കേസ് നിങ്ങൾ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾ എക്സാം ഡിസ്ക്വാളിഫൈ ആയി എന്ന് വിചാരിക്കുക, സ്വാഭാവികമായിട്ട് ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചേക്കാം. കാരണം ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള എക്സാംസിൽ ഒന്ന് തന്നെയാണ് ഗേറ്റ്. എന്നാൽ പോലും നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടെന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ഗേറ്റിന് പഠിച്ച ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് വരുന്ന ഏത് കോമ്പറ്റേറ്റീവ് എക്സാംസിലും ഒരു ബേസ് ഉണ്ടാവും, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ഉണ്ടാവും. അത് ഉപയോഗിച്ചുകൊണ്ട് മറ്റനേകം എക്സാംസുകൾ, അത്
PSU എക്സാംസുകളായിക്കോട്ടെ, ഗവൺമെന്റുകളിൽ നടത്തുന്ന ഗവൺമെന്റ് PSU ഒക്കെ നടത്തുന്ന ടെക്നിക്കൽ പരീക്ഷകളായിക്കോട്ടെ, റെയിൽവേ പോലുള്ള പരീക്ഷകളായിക്കോട്ടെ, അത്തരം എക്സാംസുകളിലൊക്കെ നിങ്ങൾക്കൊരു അപ്പർ എഡ്ജ് നേടിയെടുക്കാൻ സാധിക്കും. അത് എന്തുകൊണ്ട് സാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഗേറ്റ് ലെവലിൽ നിങ്ങൾ സബ്ജക്റ്റുകൾ പഠിക്കുന്നത് കൊണ്ട് തന്നെയാണ്. സോ ഒരു ഗേറ്റ് എക്സാമിന് വേണ്ടി നിങ്ങൾ പഠിക്കുന്നത് സമയം ഒരിക്കലും നഷ്ടമല്ല, സാമ്പത്തിക നഷ്ടമല്ല. ഇതെല്ലാം എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഫ്യൂച്ചറിൽ അതിന്റെ ബെനിഫിറ്റ് കിട്ടും. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഗേറ്റ് നിങ്ങൾ കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇനി അതല്ല, ഡിസ്ക്വാളിഫൈ ആണെങ്കിൽ പോലും അവിടെ ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ കൃത്യമായിട്ട് എഫേർട്ട് എടുത്ത് പഠിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നമ്മൾ എൻട്രിയിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഗേറ്റിന്റെ നോർമൽ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ എൻട്രിയുടെ ഗേറ്റിന്റെ നോർമൽ ബാച്ചസിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതേപോലെ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഇൻഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഗേറ്റ് പോലുള്ള എക്സാംസുകൾക്ക് വേണ്ടി പഠിക്കുക. കാരണം നിങ്ങളുടെ ലൈഫിൽ വൺസ് നിങ്ങൾ ആ ഒരു ഗേറ്റ് എക്സാം എഴുതിയിരിക്കണം. കാരണം അതിൻ്റെ ആ ഒരു എക്സാംസിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ എല്ലാ അർത്ഥത്തിലും ഫ്യൂച്ചറിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. അത് നിങ്ങൾക്ക് പലതരത്തിലുള്ള സക്സസ്സിലേക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. സോ അതിനുവേണ്ടി ട്രൈ ചെയ്യുക. സോ എൻട്രിയുടെ ഗേറ്റ് കോഴ്സസിൽ ജോയിൻ ചെയ്യാൻ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതേപോലെ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഇൻഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് പഠിച്ചു തുടങ്ങല്ലേ? വിഷ് യു ഓൾ ദി ബെസ്റ്റ്.